സോ ഹലോ ഗൈസ്, ഗെയിമർമാൻ്റെ മറ്റോടേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളാണ് ഈ നടന്ന് അവശനായി വയ്യാതെയായി. ഇത് ഇവിടെ ഒരു പുതിയ ഇതെന്താ സംഭവം? ഇത് എന്തോ ഒരു ഷോറൂം പോലെ ഉണ്ടല്ലോ. എടാ ഷിൻചനെ, നമ്മളറിയാതെ ഇപ്പോൾ ഇവിടെ ഒരു പുതിയ ഷോറൂം തുടങ്ങിയല്ലോ. എന്താടാ ഷിൻചാനെ? ശരി, ഇത് എന്തോ ഒരു പുതിയ ഷോറൂമാണെന്ന് തോന്നുന്നു. നമുക്കെന്തായാലും ഇതിൻ്റെ അകത്ത് കയറി നോക്കാം. വാടാ ഷിൻചാനെ. ഓക്കെ ഗൈസ്, നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇവിടെ എൻ്റെ മോനെ എന്തോരം കാറുകളായി കിടക്കുന്നു. ദേ റോൾസ് റോയ്സ് ഒക്കെ കിടക്കുന്നു നോക്ക്. ദേ ഇവിടെ റോൾസ് റോയ്സ് വൈറ്റും ഉണ്ട് ബ്ലാക്കും ഉണ്ട്. ഈ വൈറ്റിൻ്റെ അകത്തുനിന്ന് നമുക്ക് കയറി നോക്കാം. അത് ഞാൻ ബുക്ക് ചെയ്താ പോടോ. സോറി ചേച്ചി. എടാ വാടാ ഷിൻചാനെ, അവർ ബുക്ക് ചെയ്താ. ഇവിടെ ഒരു ബുഗാട്ടി കിടപ്പുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫെറാറി ഉണ്ട്. പിന്നെ റോൾസ് റോയ്സ് ബ്ലാക്ക് ഉണ്ട്. അപ്പം നമുക്ക് ബ്ലാക്കിൽ കയറി നോക്കാം ഗൈസ്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? എൻ്റെ മോനെ ഇത് അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും വാങ്ങിക്കാനുള്ള യോഗം നമുക്കില്ല ഗൈസ്. കാരണം റോൾസ് റോയ്സിൻ്റെ വിലയൊക്കെ അറിയാമല്ലോ. നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യും എത്രയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഇനോവ ക്രിസ്റ്റ കിടപ്പുണ്ട്. പിന്നെ ഇവിടെ ഒരു ബുഗാട്ട് കിടപ്പുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ റോൾസ് റോയ്സും പിന്നെ ഫെറാറി ഉണ്ട്. എടാ ഇവിടെ ഒരു ബൈക്കും ഉണ്ട്, സ്കൂട്ടറും ഉണ്ട്. ഈ ഒരു സ്കൂട്ടർ കൊള്ളാം ഗൈസ്. ഇത് ഒരു തവണ ലോണൊക്കെ എടുത്ത് എപ്പോഴെങ്കിലും വാങ്ങിക്കണം. കാരണം നമുക്ക് ഓഫീസിലൊക്കെ ഉപകാരമോ. ഓക്കെ, അങ്ങനെ ഇവിടെ കുറേ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട്. എടാ ഷിൻചാനെ, വണ്ടികളൊക്കെ കണ്ടാൽ എന്തോരം വണ്ടികളാണ് ഗൈസ്. പക്ഷേ ഇതൊക്കെ നമുക്ക് വാങ്ങിക്കണം എന്നുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിൽ ഇത്രയും കാശൊന്നും ഇല്ല. ഓക്കെ, ഫ്രാങ്കമ്പയുടെ പുറകെ അവിടെ ഒരു സൈക്കിള്. എടാ ഷിൻചാനെ, ശരിയാണല്ലോ. ഇവിടെ ഒരു സൈക്കിളുണ്ട്. ഇവിടെ ഒരു അടിപൊളി സൈക്കിളാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ എടാ ഷിൻചാനെ, നീ അല്ലേടാ കഴിഞ്ഞ മാസം സൈക്കിൾ വേണമെന്ന് പറഞ്ഞേ? എടാ എന്നാൽ പിന്നെ നീ ഒരു സൈക്കിള് വാങ്ങിച്ചോ, ഞാൻ വാങ്ങിച്ചു തരാം. ഇതിനൊരു 7,000-8,000 രൂപയൊക്കെ വരും ഈ സൈക്കിളിന്. ഓക്കെ ഓക്കെ, അപ്പോൾ ഈ പുള്ളിയെടുത്ത് ചോദിച്ചു നോക്കാം. ചേട്ടാ, ആ ഒരു സൈക്കിള് വേണമായിരുന്നു. അത് പിന്നെ ഇയാളെടുത്ത് ചോദിച്ചോ? ശരി ചേട്ടാ, ഈ കാണുന്ന ഒരു ബ്ലാക്ക് സൈക്കിള് വേണമായിരുന്നു ചേട്ടാ. ഇതിന് എത്ര രൂപ? 7,000-8,000? ഇത് ഈ സൈക്കിളാ? ഇതിൻ്റെ വില വരുന്നത് 50,000 രൂപയാണ് കേട്ടോ. എന്താടാ ഈ ഒരു സൈക്കിളിന് 50,000 രൂപ? 50,000 രൂപയ്ക്ക് വേറെ സെക്കൻഡ് ഹാൻഡ് ബൈക്ക് എടുക്കാമല്ലോ. ഇവിടെ സത്യം പറയണോ, ഇതിൻ്റെ വില എത്രയാണ്? ഇത് പിന്നെ സാധാ സൈക്കിളൊന്നും അല്ല. ഇതിന് ഡിസ്ക് ബ്രേക്ക് പിന്നെ ഗിയറൊക്കെ ഉള്ള സൈക്കിളാ. എന്താടാ, ഡിസ്ക് ബ്രേക്കും പിന്നെ ഗിയറൊക്കെ ഉണ്ടെങ്കിൽ ഇത്ര രൂപയൊക്കെ ആവും. എടാ ഷിൻചാനെ, എന്നാൽ പിന്നെ നിനക്ക് ഞാൻ വേറെ സൈക്കിൾ വാങ്ങിച്ചു തരാം പോകുന്ന വഴിക്കുമല്ലോ. വാടാ ഷിൻചാനെ. പറ്റത്തില്ല ഫ്രാങ്കമ്പേ, എനിക്ക് ഈ സൈക്കിൾ തന്നെ വേണം ഫ്രാങ്കമ്പേ. പുള്ളി പറഞ്ഞു കേട്ടോ ഫ്രാങ്കമ്പേ, ഇത് ഡിസ്ക് ബ്രേക്കും ഗിയറൊക്കെ ഉണ്ടെന്ന്. എനിക്ക് ഇത് തന്നെ വേണം ഫ്രാങ്കമ്പേ. സ്കൂളിലൊക്കെ കൊണ്ട് ഷോ കാണിക്കണം. എടാ ഷിൻചാനെ, എൻ്റെ കയ്യിൽ ആപ്പാടെ 8,000 രൂപയൊക്കെ ഉള്ളൂ. ഇതിന് പുള്ളി പറഞ്ഞു കേട്ടില്ല. എടാ ഷിൻചാനെ, 50,000 രൂപയാണ്. 50,000 രൂപയ്ക്കൊക്കെ സൈക്കിൾ വാങ്ങിക്കുന്നത് നഷ്ടമാടാ ഷിൻചാനെ. ആ പൈസയ്ക്ക് വല്ലതും ബൈക്കും വാങ്ങിക്കാൻ വേണമെങ്കിൽ സെക്കൻഡ് ഹാൻഡ്. ഇപ്പോൾ നീ ഒരു പണി, ഇതൊന്നും നമുക്ക് വേണ്ട ഷിൻചാനെ. നമുക്ക് പോകുന്ന വഴിക്ക് വേറൊരു നല്ല സൈക്കിൾ വാങ്ങിച്ചു തരാം. ഫ്രാങ്കമ്പേ പറ്റത്തില്ല ഫ്രാങ്കമ്പേ, എനിക്ക് ഈ ഗിയർ സൈക്കിൾ തന്നെ വേണം ഫ്രാങ്കമ്പേ. എന്താ ഫ്രാങ്കമ്പേ, ഒന്ന് വാങ്ങിച്ചു താ ഫ്രാങ്കമ്പേ. എടാ ഷിൻചാനെ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇപ്പോൾ എൻ്റെ ഒരു അധികം കാശൊന്നും ഇല്ല. കുറച്ച് കാശൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചു തരാം. നിനക്ക് വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു നോർമൽ സാധാ സൈക്കിൾ വാങ്ങിച്ചു തരാം. അത് വാങ്ങിക്കുന്നെങ്കിൽ വാ. ഇല്ല ഫ്രാങ്കമ്പേ, എനിക്ക് ഇത് തന്നെ വേണം ഫ്രാങ്കമ്പേ. എന്താടാ അത്രയും വാശിയാണ്? പിള്ളേരാകുമ്പോൾ വീട്ടിലെ കാര്യം അറിഞ്ഞ് വളരണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നെ നിന്നോ. അല്ല പിന്നെ ഒരു സാധാ സൈക്കിൾ വാങ്ങിച്ചു തരാൻ ഞാൻ പറഞ്ഞ അവൻ്റെ അടുത്ത്. അങ്ങനെ എന്നിട്ടും പറയുവാണെങ്കിൽ അത് അഹങ്കാരം തന്നെയാണ് ഷിൻചാനെ. ഫ്രാങ്കമ്പേ, എനിക്ക് ഇത് തന്നെ വേണം ഫ്രാങ്കമ്പേ. ഒന്ന് വാങ്ങിച്ചു താ ഫ്രാങ്കമ്പേ. ഒന്നും മിണ്ടാ നടക്കടാ ഷിൻചാനെ. ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പോൾ എൻ്റെ കാശൊന്നും ഇല്ലെന്ന്. നീ ചുമ്മാ വാശി പിടിക്കാൻ വന്ന ഷിൻചാനെ. നിനക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഞാൻ വേറൊരു സൈക്കിൾ വാങ്ങിച്ചു തരാം. അത് വാങ്ങിക്കുന്നതെങ്കിൽ വാങ്ങിക്കാം. അല്ല ഗിയർ സൈക്കിളൊന്നും വാങ്ങിക്കാൻ പോകുന്നില്ല. അതിനൊക്കെ ഭയങ്കര വിലയാടാ ഷിൻചാനെ. ഫ്രാങ്കമ്പേ, അത് തന്നെ വാങ്ങിച്ചു താ ഫ്രാങ്കമ്പേ. ഒന്ന് വാടാ വീട്ടിലോട്ട്. ഫ്രാങ്കമ്പേ പ്ലീസ് ഫ്രാങ്കമ്പേ, എനിക്കൊന്ന് വാങ്ങിച്ചു താ ഫ്രാങ്കമ്പേ. എടാ, ഞാൻ നിൻ്റെ അടുത്ത് അപ്പോഴേ പറഞ്ഞാണ് ഒരു സാധാ സൈക്കിൾ വാങ്ങിച്ചു തരാം. നിങ്ങളുടെ ഗിയർ സൈക്കിളൊന്നും വാങ്ങിക്കണ്ട ഷിൻചാനെ. അതൊക്കെ ചുമ്മാ നീ ഇപ്പോൾ പറഞ്ഞു കേട്ടില്ല. 50,000 രൂപ. നമുക്കാണെങ്കിൽ ഇത്രയും കാശൊന്നും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ പിള്ളേരാകുമ്പോൾ വീട്ടിലെ കാര്യം അറിഞ്ഞ് വളരണം. വാടാ ഷിൻചാനെ, നീ വാശി പിടിക്കാൻ വന്നേ. ഭയങ്കര അഹങ്കാരമാണ് ഷിൻചാന്. കാരണം നമ്മളൊരു
സാധാ സൈക്കിൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞു, എന്നിട്ടും അവന് വാശി. അവന് ഗിയർ സൈക്കിൾ തന്നെ വേണം. നീ വാശി പിടിക്കാൻ വന്ന ഷിൻചാൻ, ഇല്ലെങ്കിൽ അടിയുള്ളൂവേ. ഫ്രാങ്കിൻ ബൈ, എന്താ ഫ്രാങ്കിൻ ബൈ, ഒന്ന് വാങ്ങിച്ചു താ ഫ്രാങ്കിൻ ബൈ, പ്ലീസ് ഫ്രാങ്കിൻ ബൈ, ഒന്ന് വാങ്ങിച്ചു താ ഫ്രാങ്കിൻ ബൈ. ഒന്ന് പോടാ ഷിൻചാനെ, ചുമ്മാ നീ വല്ല ടി വി കാണ്, വെക്കേഷനൊക്കെ അല്ലേ, ചുമ്മാ കിടന്ന് വാശി കാണിക്കുന്നു. നിൻ്റെ അടുത്ത് പറഞ്ഞല്ലോ ഞാൻ നോർമൽ സൈക്കിൾ വാങ്ങിക്കാമെന്ന്, അതവന് പറ്റത്തില്ല, അഹങ്കാരം. എനിക്ക് ആ സൈക്കിൾ വേണം, സൈക്കിൾ വേണം. എന്താണ് ഈ പാതിരാത്രി ഒരു ഒച്ച കേൾക്കുന്നത്? ഷിൻചാൻ്റെ ഒച്ചയല്ലേ? എടാ ഷിൻചാൻ, നിനക്ക് ഉറക്കമൊന്നുമില്ലേ? എടാ മണി എത്ര? 2 മണി. എടാ ഷിൻചാൻ, ഇപ്പോഴും സൈക്കിളിൻ്റെ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? ഫ്രാങ്കിൻ ബൈ, എനിക്ക് ആ സൈക്കിൾ വേണം ഫ്രാങ്കിൻ ബൈ, ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു പോയി ഫ്രാങ്കിൻ ബൈ. എടാ ഷിൻചാനെ, നീ ഒന്ന് ഇപ്പം കിടന്ന് ഉറങ്ങും. ഞാൻ എങ്ങനെയും ആരുടെ അടുത്തെങ്കിലും കടം വാങ്ങിച്ചിട്ടെങ്കിലും വാങ്ങിച്ച് തരാടെ ഷിൻചാനെ. നീ ഒന്ന് കിടന്ന് ഉറങ്ങടെ ഷിൻചാനെ, മണി 2 ഫ്രാങ്കിൻ ബൈ പറ്റിക്കുമോ ഫ്രാങ്കിൻ ബൈ? എനിക്ക് അറിയാം ഫ്രാങ്കിൻ ബൈ ഇത് വാങ്ങിച്ചു തരത്തില്ലെന്ന്. എടാ ഷിൻചാനെ, ഞാൻ പറയുന്നൊന്ന് കേൾക്കും. നീ എങ്ങനെയും ഒന്ന് കിടന്ന് ഉറങ്ങടെ ഷിൻചാനെ. നിനക്കത് ഞാൻ എങ്ങനെയും വാങ്ങിച്ചു തരാം, പോരെ? ഫ്രാങ്കിൻ ബൈ അത് വാങ്ങിച്ചു തരണം ഫ്രാങ്കിൻ ബൈ. എടാ ഇത് വല്ലാത്ത ശല്യമായല്ലോ, അവിടെ പോകണ്ടായിരുന്നു, ആ ഷോറൂമിൽ കയറണ്ടായിരുന്നു. എടാ ഷിൻചാനെ, ഒന്ന് കിടന്ന് ഉറങ്ങും, ഞാൻ എങ്ങനെയും വാങ്ങിച്ചു തരാം, പോരെ? എടാ എൻ്റെ പൊന്ന് ഷിൻചാനെ, ഒന്ന് കിടന്ന് ഉറങ്ങടാ ഷിൻചാനെ. ദൈവത്തെ ഓർത്തൊന്ന് കിടന്ന് ഉറങ്ങടാ. മണി 2 മണിയായി, നിനക്ക് ഉറക്കമൊന്നും ഇല്ലാടാ ഷിൻചാനെ. ഫ്രാങ്കിൻ ബൈ, എനിക്കത് വേണം ഫ്രാങ്കിൻ ബൈ, പ്ലീസ് ഫ്രാങ്കിൻ ബൈ. ഓ എടാ, ഒന്ന് കിടന്ന് ഉറങ്ങടാ എൻ്റെ ഷിൻചാനെ, ഒന്ന് ഉറങ്ങ്. ഗൈസ്, ഫൈനലി നമ്മൾ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിച്ച് അവനെ കിടത്തി ഉറക്കിയിട്ടുണ്ട്. അവൻ ഇപ്പോൾ ഉറക്കത്തിൽ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ആ സൈക്കിൾ വേണം വേണം വേണമെന്ന്. ഗൈസ്, ആ ഷോറൂമിൽ കയറണ്ടായിരുന്നു, കയറിപ്പോയറിയാതെ. ഇനി നമ്മൾ എങ്ങനെയെങ്കിലും ആ ഷിൻചാനെ അത് വാങ്ങിച്ചു കൊടുക്കണം. മൈക്കിളിൻ്റെ അടുത്ത് കടം ചോദിക്കാനാണെങ്കിൽ അവൻ കഴിഞ്ഞ അവിടെ എന്തോ ബിസിനസ്സൊക്കെ പൊട്ടിയിട്ട് വീട്ടിലിരിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നടക്കത്തില്ല. ഇനി എന്ത് ചെയ്യും നമ്മൾ? ഓക്കെ, എന്തെങ്കിലും വഴി തെളിഞ്ഞു വരണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലേ, ലൈക്ക് ചെയ്യും, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വഴി തെളിഞ്ഞു വരും. ഓക്കെ ഗൈസ്, എനിക്കൊരു വഴി തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതായത് ഇനി ലാസ്റ്റത്തെ ഒരേ ഒരു മാർഗം, ആ സൈക്കിള് നമുക്ക് പോയിട്ട് കക്കണം, അല്ലാതെ വേറെ വഴിയില്ല. 50,000 രൂപയൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പം നമുക്ക് എങ്ങനെയും ആ ഷിൻചാൻ്റെ അടുത്താണെങ്കിൽ ഞാൻ വാക്ക് കൊടുത്ത് പോയി അവൻ ഉറങ്ങാൻ വേണ്ടി. ഇനി എങ്ങനെയും വാങ്ങിക്കണം. നമുക്കൊരു പണി, ഈ കാർ എടുത്തിട്ട് അവിടെ പോയിട്ട് നമുക്ക് നൈസായിട്ട് അത് എങ്ങനെയും കട്ടുകൊണ്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ആ കാണുന്ന ഷോറൂമിലോട്ട് പോവാം. ആ ഷിൻചാൻ ഉറങ്ങിയെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, അപ്പം വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലേ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ് ചെയ്തിട്ടില്ലേ സബ് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ആ ഷോറൂം ഏത് നേരത്താണോ കയറാൻ തോന്നിയത്. ഷിൻചാന് വാങ്ങിച്ചു കൊടുക്കാതെ ഇരിക്കാനും പറ്റത്തില്ല. ഞാൻ അവന് വാക്കും കൊടുത്തു പോയി ഗൈസ്. ഓക്കെ, അപ്പം നമ്മളെന്തായാലും അങ്ങോട്ട് പോവാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ആ ഒരു ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ സെക്യൂരിറ്റി വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. ഓ ഗൈസ്, ഇവിടെ 2 സെക്യൂരിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോവാം ഗൈസ്. ഓക്കെ, അപ്പോൾ അവർ വിചാരിക്കും സാധാരണ വണ്ടിയാണ്, പക്ഷെ അവർക്ക് അറിയത്തില്ലല്ലോ നമ്മൾ കക്കാൻ വന്നതാണ്. നമുക്കെന്തായാലും നൈസായിട്ട് കുളച്ചതാ ആ കാണുന്നൊരു മതിലിൻ്റെ സൈഡിലോട്ട് ഇടാം ഗൈസ് നമ്മുടെ വണ്ടി. ആരും കാണത്തില്ലായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും നൈസായിട്ട് അവിടെ നിൽക്കുന്ന ആ 2 സെക്യൂരിറ്റിമാരെ നമുക്ക് വെടിവെച്ചിടാം ഗൈസ്. എന്നിട്ട് നമ്മൾ നൈസായിട്ട് പുറകു വഴി ഉള്ളിലോട്ട് കയറുന്നു, സൈക്കിൾ എടുക്കുന്നു. അതാണ് എൻ്റെ പ്ലാൻ. നടക്കൂല്ലോ എന്ന് അറിഞ്ഞൂടാ ഗൈസ്. അത് നടക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു ഗണ്ണ് എടുക്കണോ? ഈ ഗണ്ണ് അല്ലേ വേണ്ട, ഈ ഗണ്ണ് വേണ്ട, നമുക്ക് ഈ ഗണ്ണ് എടുത്താലോ? ഇത് തന്നെ എടുക്കാം. ഓക്കെ, ഇത് ഇവനെന്തോടെ ഒന്നും കൊള്ളുന്നില്ല. ഓടുന്നുണ്ട്. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് നമുക്ക് ഇവന്മാരെ വെടിവെക്കാം. ഒരുത്തിനെ നമ്മൾ കൊന്നു ഗൈസ്, ഇനി മറ്റവനെയും കൂടെ കൊല്ലാം. ഓക്കെ, അപ്പോൾ 2 പേരും തീർന്നിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മളെ ആരും തിരിച്ചറിയത്തില്ല, കാരണം നമ്മൾ മുഖത്ത് മാസ്കൊക്കെ കെട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും ഇനി ഈ കാറിനകത്താണ് നമ്മൾ ആ ഒരു സൈക്കിൾ എടുത്ത് കയറ്റാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആരും കാണാതെ നമുക്ക് നൈസായിട്ട്, ആരും കാണല്ലേ, ഇതിൻ്റെ പുറകു വഴി കയറണം. കാരണം ഫ്രണ്ട് വഴി കയറുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് ഡൗട്ട് വരും ഗൈസ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ഷോറൂമിൻ്റെ പുറകു വഴി കയറാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ഒരു ഷോറൂമിൻ്റെ പുറകിലെത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഉള്ളിൽ കയറി നോക്കാം. ആ സൈക്കിൾ ആരെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോയാൽ പിന്നെ പണിയിട്ട്. ആരും വാങ്ങിക്കല്ലേ ആ സൈക്കിള്, വാങ്ങിച്ച് കാണല്ലേ. ഓക്കെ, ഇവിടെ മറ്റേ നമ്മുടെ ഇനോവ ട്രിസ്റ്റയൊക്കെ കിടപ്പുണ്ട് ഗൈസ്. ഇവിടെ മറ്റൊരു വെള്ള റോൾസ് റോയ്സ് ഉണ്ടായിരുന്നു, അത് നേരത്തെ ഒരാൾ ബുക്ക് ചെയ്തല്ലോ, അതൊക്കെ പോയെന്ന് തോന്നുന്നു. ഓക്കെ, ഭാഗ്യം ഗൈസ്, നമ്മുടെ ഈ ഒരു സൈക്കിള്
ഇവിടെ തന്നെ കിടപ്പുണ്ട്. നൈസായിട്ട് നമുക്ക് എന്തായാലും ഈ സൈക്കിൾ എടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ആരും കാണാൻ നമുക്ക് എന്തായാലും ഈ സൈക്കിള് പുറത്തോട്ട് എടുക്കാം ഗൈസ്. എന്നിട്ട് നമ്മുടെ ആ ഒരു കാറിൽ കയറ്റിയിട്ട് ഡിക്കി കയറ്റിയിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. എന്നിട്ട് ഷിൻചാന് നമുക്ക് സർപ്രൈസ് കൊടുക്കാം ഗൈസ്. ഈ സൈക്കിൾ വിട്ട് വീട്ടിൽ പോയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ആൾക്കാർക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു രാത്രിയിൽ ഒരു പുതിയ സൈക്കിളും കൊണ്ടൊക്കെ പോകണമെങ്കിൽ അത് മിക്കവർക്കും മനസ്സിലാവും അത് കട്ടട്ടാ. ഓക്കെ ഗൈസ്, ഈ കാണുന്ന നമ്മുടെ കാറിലോട്ട് നമ്മുടെ സൈക്കിൾ കയറ്റാം ഗൈസ്. പിന്നെ സൗണ്ടിനൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ക്ഷമിക്കുക, കാരണം നമ്മളൊരു മൈക്കൊന്നും ഇല്ലാതെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ആ ഒരു സൈക്കിൾ നമ്മുടെ ഡിക്കിക്കകത്ത് ഇരിപ്പുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നൈസായിട്ട് നമ്മൾ ആ ഒരു സൈക്കിൾ കട്ടിട്ട് നമ്മൾ വീട്ടിലോട്ട് വരുവാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് രാവിലെ ആകുമ്പോൾ ഷിൻചാന് സർപ്രൈസ് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ആ സൈക്കിളിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യണം ഗൈസ്. ഓക്കെ, നമ്മുടെ കയ്യിൽ സ്പ്രേ പെയിൻറ്റ് ഇരിപ്പുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കളർ തന്നെ ഇരിക്കുമ്പോൾ ഷോറൂമുകാരും എല്ലാം കണ്ടു കഴിഞ്ഞാൽ പണിയാവും ഗൈസ്. അവർക്ക് മനസ്സിലാവും നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് കട്ടാന്ന്. ഓക്കെ, കാരണം അവർ നോക്കുമ്പോൾ ആ സൈക്കിൾ കാണാതെ പോകുമല്ലോ അവരുടെ കയ്യിൽ നിന്ന്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും ഈ ഒരു സൈക്കിളിൻ്റെ കളർ മാറ്റാം. നമുക്കൊരു പണിയാം, ഈ ഒരു ബ്ലാക്ക് മാറ്റിയിട്ട് വൈറ്റ് കളർ കൊടുക്കാം ഗൈസ്. നമ്മുടെ സ്പ്രേ പെയിൻ്റൊക്കെ ഉണ്ട്, വൈറ്റ് കൊടുക്കുന്നതായിരിക്കും ഗൈസ് നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും ഇതിൻ്റെ ഒരു കളർ വൈറ്റ് കൊടുക്കാം ഗൈസ്. ഓക്കെ, ഫൈനലി നമ്മൾ ഈ ഒരു കളറ് മൊത്തം നമ്മുടെ സൈക്കിൾ മൊത്തം സ്പ്രേ പെയിൻറ്റ് ചെയ്ത് നമ്മൾ വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ കുറച്ചും കൂടെ കൊള്ളാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ രാവിലെ ആയിട്ട് നമുക്ക് എന്തായാലും ഷിൻചാനെ വിളിച്ച് സർപ്രൈസ് ചെയ്യാം. ഓക്കെ ഗൈസ്, അങ്ങനെ രാവിലെ ആയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഷിൻചാനെ വിളിച്ച് സർപ്രൈസ് ചെയ്യാം. എടാ ഷിൻചാനെ എണീക്കടാ. എന്താ ഫ്രാങ്കിമ്പേ, ഞാൻ ഒന്ന് ഫ്രാങ്കിമ്പേ എടുത്ത് മിണ്ടത്തില്ല. ഫ്രാങ്കിമ്പേ, ഇന്നാണ് ഞാൻ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഫ്രാങ്കിമ്പേ സാധിച്ചു തന്നില്ലല്ലോ ഫ്രാങ്കിമ്പേ. എടാ ഷിൻചാനെ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, നീ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി വാ, എന്നിട്ട് നീ പറ. ഇല്ല ഫ്രാങ്കിമ്പേ, ഞാൻ ഫ്രാങ്കിമ്പേ പറയുന്നത് അനുസരിക്കത്തില്ല. എടാ ഷിൻചാനെ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, നീ ഒന്ന് പുറത്തോട്ട് വന്ന് നോക്ക്, എന്നിട്ട് നീ പറ. ആ ശരി, ഞാൻ വരാം. അങ്ങനെ പറയുന്ന കേൾക്ക്, ഇങ്ങോട്ട് നീ വാ, എന്നിട്ട് നീ സംസാരിക്ക്. ഫ്രാങ്കിമ്പേ എന്നാലും എനിക്ക് ആ സൈക്കിൾ വാങ്ങിച്ചു തന്നില്ലല്ലോ. എടാ ഷിൻചാനെ, നീ ഒന്ന് എൻ്റെ പുറകെ വന്ന് നോക്ക്, എന്നിട്ട് നീ പറ. അതാ നമ്മുടെ വീടിൻ്റെ വാതിക്കെ കിടക്കുന്ന എന്താന്ന് വന്ന് നോക്കടാ ഷിൻചാനെ, നോക്ക്. എടാ ഷിൻചാനെ, പിന്നെ നീ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ ഞാൻ സഹായിച്ചു തരാൻ ഇരിക്കുവാടാ. നോക്കടാ, നീ ഇന്നലെ പറഞ്ഞ ആ സൈക്കിള്. ഫ്രാങ്കിമ്പേ, ഇന്നലെ ഞാൻ കണ്ട സൈക്കിൾ ഒരു ബ്ലാക്ക് അല്ല, ഇത് വേറെ ഏതോ സൈക്കിളാ. ഇതല്ല എനിക്ക് വേണ്ട, ഗിയർ സൈക്കിൾ തന്നെയാ. എടാ ഷിൻചാനെ, ഇതാ ഗിയർ സൈക്കിൾ തന്നെയാടാ. ഇതിൻ്റെ കളറ് ജസ്റ്റ് വേറെയാന്നേ ഉള്ളൂ, പക്ഷേ സെയിം അതേ സൈക്കിൾ തന്നെയാടാ 50,000 രൂപയുടെ. നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചതാ. ഫ്രാങ്കിമ്പേ, താങ്ക്സ് ഫ്രാങ്കിമ്പേ. ഫ്രാങ്കിമ്പേ എന്നാലും എനിക്കിതൊക്കെ വാങ്ങിച്ചു തരാൻ ഒരിക്കലും വിചാരിച്ചില്ല ഫ്രാങ്കിമ്പേ. എടാ ഷിൻചാനെ, പിന്നെ നീ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ ഞാൻ സഹായിച്ച് തരത്തില്ലേ? ഞാൻ കട്ടതാന്ന് ഷിൻചാൻ അറിയത്തില്ല ഗൈസ്. ഫ്രാങ്കിമ്പേ എന്താ പറഞ്ഞേ? ഒന്നുമില്ലടാ ഷിൻചാനെ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുവാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരെല്ലാവർക്കും